നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ അവസരങ്ങളുണ്ടാകുന്നത് മുമ്പ് ജോലി ചെയ്തിരുന്ന വിഭാഗത്തിനോട് ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കാമെങ്കിൽ പോലും ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ആഴ്ചയിലൊരിക്കൽ ഒരു യാത്രകൾ വേണ്ടി വരും. സെപ്റ്റംബർ മാസത്തിൽ മാത്രമായിരിക്കുകയില്ല. ഇനി ഈ ഒരു നില തുടരണം എന്ന ധാരണയോടുകൂടി തന്നെ സ്വല്പം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഏറ്റെടുക്കുവാനിടയുള്ളത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് 5-6 മാസം കഴിയുമ്പോഴേക്കും ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അന്തിമ നിമിഷത്തിൽ അവസരം ലഭിക്കുവാനും അവിടെ ക്ലാസ്സൊക്കെ തുടങ്ങുമെങ്കിൽ പോലും വിസ ലഭിച്ച് അവിടെ എത്തിച്ചേരുക എന്നത് 4-5 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അന്തിമ നിമിഷത്തിൽ പ്രവേശനം ലഭിക്കുവാൻ ഇടയുണ്ട്. പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. കാർഷിക വിളകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലി ഉപേക്ഷിക്കാതെ തന്നെ കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കർഷകരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയും പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നത് വഴി ആത്മവിശ്വാസത്തോടുകൂടി പുതിയതായിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് ചില ജോലിക്കാർക്ക് പരിശീലനം നൽകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. വികസിത രാഷ്ട്രത്തിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് എത്തിച്ചേർന്ന പല മാതാപിതാക്കൾക്കും തിരികെ പോരേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി മനസ്സിന് സ്വല്പം സമാധാനമൊക്കെ കുറയുമെങ്കിൽ പോലും ഇതൊരു പ്രകൃതി നിയമമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു ഗൃഹത്തിനെ പറ്റിയിട്ട് ആലോചിക്കുവാനും ഒരുപക്ഷെ ബന്ധുമിത്രാരുടെ നിർദ്ദേശപ്രകാരം ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തന്നെ അന്വേഷിക്കാനും ഏറെക്കുറെ തൃപ്തികരമായുള്ള ഭൂമി കണ്ടെത്തുവാനും ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ജോലിയുടെ അവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനിടവരും. യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. മാതാപിതാക്കളെ അനുസരിക്കുക. വേണ്ടപ്പെട്ടവരും വിജ്ഞാനമുള്ളവരും പറയുന്ന കാര്യങ്ങളുടെ പൂർണ്ണരൂപം മനസ്സിലാക്കുക. സ്വയമേവ എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരിക്കുക എന്ന ആശയം വളരെ ലാഘവത്തോടുകൂടി തന്നെ ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിനുള്ള വിഭ്രാന്തിയും ഒക്കെ ഒഴിഞ്ഞു മാറി വളരെ സമാധാനപരമായിട്ട് ജോലിപരമായിട്ടും കുടുംബപരമായിട്ടും അനുവർത്തിക്കുവാനും പ്രവർത്തിക്കാനും യോഗം കാണുന്നതുമുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും വളരെ ലോക്യത്തോടുകൂടി തന്നെ പിന്മാറുവാൻ തീരുമാനിക്കും. അന്യനാട്ടിൽ നിന്നും, അതായത് വികസിത രാഷ്ട്രത്തിൽ നിന്നും തിരിച്ചു വന്ന പലർക്കും കഴിഞ്ഞ 1.5 വർഷമായി ജന്മനാട്ടിൽ തിരിച്ചെത്തിയിട്ട് ജോലി നഷ്ടപ്പെട്ടിട്ട് ആദ്യ പുനരവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുവാനും തിരികെ പോകുവാനുമുള്ള അവസരത്തിന് യോഗം കാണുന്നതുമുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരം വന്നു ചേരും. അസ്ഥി വാത നാഡീ രോഗപീഠകൾക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണ്ടി വരുവാനിടയുണ്ട്.
വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ ഏർപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. അപ്രധാനങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായി തീരും എന്ന നിർദ്ദേശങ്ങൾ മക്കളിൽ നിന്നും ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം സ്വയമേവ അവലംബിക്കുവാനിടയുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ വൻ നഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായുള്ള സമാഹരണം അത്ര തന്നെ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പദ്ധതികളൊക്കെ നല്ലതാണെങ്കിൽ പോലും സമ്പത്ത് സ്വരൂപിച്ചാൽ മാത്രമേ പ്രസ്ഥാനത്തിന് ഉയർച്ചയുണ്ടാവുകയുള്ളൂ എന്ന ധാരണ പോലും നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വമായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും അനുഭവപ്രാപ്തിയിലെത്തിക്കാനും അവസരത്തിന് പോലും യോഗം കാണുന്നുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. എന്നാൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം നിയന്ത്രണം വേണ്ടതാണ്. അസമയങ്ങളിൽ ഉറക്കൊഴിച്ചുള്ള വാഹനോപയോഗം, അതേപോലെ തന്നെ അമിത വേഗതയുള്ള വാഹനോപയോഗമൊക്കെ നിർബന്ധമായിട്ടും ഈ മാസത്തിൽ ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടി കടമെടുത്ത പണം അടുത്ത മാസം മുതൽ തിരികെ ഗഡുക്കളായിട്ട് അടയ്ക്കാമെന്ന ധാരണയോടുകൂടി തന്നെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം പല വിദ്യാർത്ഥികൾക്കും, അതായത് വിദ്യാർത്ഥികളുടെ ഭാവം മാറി ഉദ്യോഗാർത്ഥികളായിട്ട് അനുഭവത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾ അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പ്രതീക്ഷിച്ച പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കഴിഞ്ഞ 3-4 മാസമായിട്ട് കർമ്മമണ്ഡലങ്ങളിൽ വന്നു ചേരുന്നതിനാൽ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി ഉദ്ധരിക്കുവാനും വിപുലീകരിക്കുവാനും തീരുമാനിക്കുവാനിടയുണ്ട്. എന്നാൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടുന്നതും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിൽ പോലും സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനിടയുള്ളതിനാൽ 1-2 ദിവസം അവധിയെടുക്കും. പക്ഷേ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഒരു വിഹഗവീക്ഷണം എന്ന നിലയിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. സഹപ്രവർത്തകരുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ അവസരങ്ങളോ വളരെ കുറയും എന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, സൂചന ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലി ഉപേക്ഷിക്കാതെ പഠിക്കാനുള്ള അവസരത്തെ പരമാവധി വിനിയോഗിക്കുവാനും അല്ലെങ്കിൽ അങ്ങനൊരു കോഴ്സിന് ചേരുവാനും അവസരത്തിന് യോഗമുണ്ട്. വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. പ്രാരംഭത്തിൽ, ഈ മാസത്തിൻ്റെ പ്രാരംഭത്തിൽ ചില മാനസികമായുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും കാര്യകാരണം സഹിതം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യത്തെയും നേരിടുന്ന പക്ഷം എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ അവസരത്തിന് യോഗം കാണുന്നതുമുണ്ട്. രക്തദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകൾ ഉണ്ടെന്നറിഞ്ഞതിനാൽ
അതിന് തക്കവണ്ണമുള്ളൊരു ഭക്ഷണ ക്രമീകരണം, വിദഗ്ധമായുള്ള ചികിത്സയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് 3 മാസത്തിനുള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനിടവരും. സമ്മാന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വന്തമായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾക്ക് അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാവും. ഒരു സ്ഥാപനത്തിൻ്റെ സമ്പൂർണ്ണമായുള്ള അധികാരം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, വളരെ പഠിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പുതിയതായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പ്രശസ്തിയാർന്ന വിദ്യുജ്ജനങ്ങളുടെ പ്രശംസ ലഭിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. ഒരുപക്ഷെ അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. സർവകാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ആത്മവിശ്വാസം, ആത്മാഭിമാനം എന്നിവയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനിടവരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. ജലാശ്രിത പ്രവർത്തികളിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ വേണ്ടപ്പെട്ടവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഒരു കർഷകൻ്റെ പൂർണ്ണ പിന്തുണയും ഇതിന് ഉപോത്ബലകമായി തീരുവാനും പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളും തൊഴിൽ മേഖലകളും ഒരേപോലെ കൊണ്ടു നടത്തുവാനുള്ള കഴിവും പ്രാപ്തിയും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടവരും. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി പലവിധത്തിലുള്ള ദുസ്സംശയങ്ങളെയും അതിജീവിക്കുക മാത്രമല്ല, സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. കലാസാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. അനുഭവജ്ഞാനമുള്ള മേഖലയിൽ പണം മുതൽ മുടക്കി ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ആ ഒരു മേഖല ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് വിജയിപ്പിക്കാനുള്ള അവസരത്തിന് പോലും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.